നാടകങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ സുനിൽകുമാറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേരുറപ്പിച്ച തന്നെ തോപ്പിൽവാസിയുടെ നാടകങ്ങൾ കൂടിയാണ്. ONV കുറുപ്പും ദേവരായ മാഷും ഈണം പറഞ്ഞിട്ടുള്ള പാട്ടുകളും അറിയാതെ ആളുകളുടെ ഉള്ളിലേക്ക് കമ്മ്യൂണിസം കയറിയത് തന്നെ നാടകത്തിൽ കൂടെയും കലകളിലൂടെയൊക്കെയാണ്. അത്രയും ശക്തമായ ഒരു മീഡിയമാണ് അത്. കുറച്ച് കാലമായിട്ട് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സത്യം തന്നെയാണ്. വളരെ അപൂർവമായിട്ട് മാത്രം നല്ല നാടകങ്ങളുണ്ട്. അപ്പോൾ ഷൈജുവിൻ്റെ ഞായറാഴ്ച അതിഗംഭീരമായ നാടകമായിരുന്നു. കുറച്ചാൾ മുമ്പ് ഇവിടെ കളിച്ച 2 നക്ഷത്രങ്ങൾ 2 നല്ല നാടകമായിരുന്നു. അതുപോലെ വളരെ നല്ല രസമുള്ള നാടകങ്ങൾ ഇപ്പോഴും ചെയ്യാൻ ആളുകൾ റെഡിയാണ്. നാടകത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പുറത്തൊക്കെ വളരെ വലുതാണ്. ഇന്ത്യക്ക് പുറത്ത് നാടകം എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു സിനിമയെക്കാളും മുമ്പിലാണ് നാടകം. സ്റ്റേജ് ആക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റാണ്. പണ്ട് ഞാൻ ഈ മണ്ടന്മാർ ലണ്ടൻ എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് ലണ്ടനിൽ പോയ സമയത്ത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഗാന്ധി റിലീസ് ചെയ്ത സമയമാണ്. അപ്പം അന്ന് അവർ വെങ്കിങ്സയും ആറ്റംബറൊക്കെ ലണ്ടനിലുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഞാനും നെടുമുടി വേണും സുകുമാരനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവരൊന്ന് കാണാൻ ആഗ്രഹം. അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് പോയി. ഡിന്നർ സൂട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ട് പോയി. ബെൻകിങ്സിനെ മാത്രം കാണാനില്ല. നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത് ഗാന്ധിയായിട്ട് അഭിനയിച്ച ആളെ കാണാനാണ്. അപ്പം ഡിന്നറൊക്കെ തുടങ്ങി. വേറെ മീറ്റിംഗ് ഒന്നുമല്ലല്ലോ. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഓടി വരുന്നത് ബെൻകിങ്സിൽ. നമുക്ക് പെട്ടെന്നൊരു അടുപ്പം തോന്നും ഗാന്ധിയായിട്ട് കണ്ടു കഴിഞ്ഞിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് അയാൾ ഓസ്കാർ കിട്ടിയ സമയമാണ്. അന്ന് ഓസ്കാർ അനൗൺസ് ചെയ്തതാണ്. ഞാനൊരു സ്റ്റേജിൽ നാടകം അഭിനയിച്ചിട്ട് വരികയാണ്, നാടകത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നാടകത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓസ്കാർ കിട്ടിയ ഗാന്ധിയിലെ നായക നടൻ സ്റ്റേജിൽ നിന്ന് നേരെ മേക്കപ്പ് അടിക്കാതെ ഞങ്ങളെ ഫംഗ്ഷന് വരികയാണ്. അത്രയും വാല്യൂ ആണ് നാടകത്തിന്. ആ ഒരു മൂല്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. കാര്യം അതിന് പറ്റുള്ള മാറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അറിയാം. ഒരു സാമ്പ്രദായിക രീതിയിലുള്ള സ്റ്റേജോ ഒന്നുമല്ല. നാടകം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ജനിക്കേണ്ടതാണ്. നമ്മൾ അന്ന് എപ്പോഴും കണ്ടു പരിചയമുള്ള ഒരു സെറ്റപ്പിൽ നിന്ന് മാറിയിട്ടുള്ള നാടകങ്ങൾ. ഇപ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ ഇതിൽ ഏറ്റവും സുഖപ്രദമായ മരണം മാത്രമേ തിരഞ്ഞെടുക്കൂ. കപ്പിന്റെ സത്ത ഒരൗൺസേ ഉണ്ട്, ഒരല്പം കയ്പുണ്ട്. അതിന് വിഷമിക്കണ്ട. ഇത് കൽക്കണ്ട. ഇതിങ്ങനെ വായിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത് ഈ കൽക്കണ്ട കൂടെ കറമുറ കറന്നതാണ് കടിച്ചു പൊട്ടിച്ചെടുക്കില്ല. പിന്നെ കൈപ്പറിഞ്ഞിട്ടില്ല. ഞാനും മരിക്കാൻ തന്നെയാണ്. ആത്മഹത്യ ആനന്ദ സമ്പൂർണമായ ആത്മഹത്യ. സത്യം അല്ല, ആ ചോദ്യം അത് നിങ്ങളുടേത് മാത്രമല്ല സുഹൃത്തെ, അതെന്റേതും കൂടിയാണ്. വെള്ളത്തിന്റെ മുകളിൽ ഒരു ആനന്ദ അനുഭൂതി. അത് കുഴപ്പമില്ല, അവസാന ഭാഗമൊക്കെ ഓക്കെ. പക്ഷേ നിങ്ങൾ അതിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് ആലോചിച്ചു. അതിന്റെ തുടക്കം പ്രാണവായുക്ക് വേണ്ടിയുള്ള ജീവന്റെ ഒരു പരാക്രമം. മൃദുമൃദുവായ ശ്വാസകോശത്തിന്റെ സൂക്ഷ്മ രന്ധ്രങ്ങളിലേക്ക് ഇങ്ങനെ ഇറച്ചു കയറുന്ന ചെളിവെള്ളം തിളക്കവെള്ളവും കൂടി സ്നായുബന്ധുക്കളെയും കേസടിച്ചുകളെയും ഞെക്കി ഞെരുക്കി പറിച്ചു കയറിക്കൊള്ള പേടിച്ചുപോയി. പരിക്കാൻ പറ്റിയാളാ. അതിങ്ങനെ പറഞ്ഞു കേട്ടപ്പോ തന്നെ അവൻ പേടിച്ചു. കഷ്ടം. ധൈര്യം എനിക്ക് ചാവരുന്ന് വരുന്നത് കേട്ടോ. നിങ്ങൾ പറഞ്ഞ ആദ്യ നിമിഷങ്ങളെ തരണം ചെയ്യാനുള്ള ഒറ്റമൂലിയായിട്ട് ചാരായൊക്കെ നമ്മുടെ നാട്ടിൽ നിരോധിച്ച സാധനങ്ങളാണ്. അതുകൊണ്ടല്ലേ എനിക്ക് കിട്ടിയത്. പോലീസ് കണ്ടാൽ നമ്മൾ രണ്ടുപേരും പിടിച്ചോണ്ട് പോകും. 1-ാം തീയതി സാധനം കിട്ടിയില്ല, പോലീസുകാരും പാറ്റി അടിക്കുന്നു. 2 കുപ്പി ബ്രാൻഡിയുടെ ഗുണം ചെയ്യും. ഞാൻ വെള്ളത്തിലേക്ക് ചാടുന്നതിന് മുമ്പ്
ഇത് മുഴുവനായിട്ട് കുടിക്കും. എന്നിട്ട് ഈ പാലത്തിന്റെ കൈവരിയിൽ ഇങ്ങനെ വന്നിരിക്കും. അപ്പോഴേക്കും എന്റെ ഭൂതം പൂർണ്ണമായും വന്നിരിക്കും. എന്നിട്ട് കണ്ണുമുടച്ച് ഈ കയത്തിലേക്ക് ഞാൻ ഒരൊറ്റ ചട്ടം. അല്ല അത് ഓക്കെ, ഒരു കണക്കിന് അത് ആശ്വാസം തന്നെ. പക്ഷേ എന്റെ ഒരവസ്ഥന്റെ ഗുണമെന്താണെന്ന് നിങ്ങൾ അറിയണം. ഇങ്ങനെ വായിലേക്ക് ഒഴിക്കുന്നത് ആ കൽക്കണ്ട കൊണ്ടിട്ട് കടന്നാ കടിച്ചു പൊട്ടിച്ചിരുന്നു. ഞാൻ പതിയെ ഈ മൂളയിൽ കയറി നീങ്ങിലൂടെ ഇങ്ങനെ എന്റെ ഹൃദയത്തിന്റെ ബോധാബോധ മേഖലകൾ ഒന്നൊന്നായി അണഞ്ഞണഞ്ഞ് ഞാൻ നമ്മുടെ രണ്ടുപേരുടെ അന്തിമ ലക്ഷ്യം അത്ഭുതം. മരണത്തിന് തൊട്ട് മുമ്പ് എന്റെ ജീവിതത്തിലേക്ക് വന്ന അവസാനത്തെ കൂട്ടങ്ങൾ cigarette. അല്ലെങ്കിലേ ഇത് വേണ്ട, ചിലപ്പോ നാളത്തെ ഒരു ശീലമാണ്. എനിക്ക് നിങ്ങൾ വലിച്ചത് ഇതൊരു പുക തന്നാ മതി. അപ്പൊ അത്രയും മഹത്തായ സംഭവത്തിൽ ഞാനും പങ്കാളിയാണ്. ഞാനും I am proud of myself. I love you, Malayali. എന്റെ മല്ലു വച്ചു. മരണാനന്തരം മഹത്തായ ഒരു ജീവിതമുണ്ടെന്നാണ് നമ്മുടെ മത സാമുദായിക സ്ഥാപനങ്ങളും അതിന്റെ കോർപ്പറേറ്റ് മുതലാളിമാരും ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നു. ഹലോ, ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വായിക്കുന്നു വിളിച്ചോളൂ. നമ്മുടെ നാട്ടിലെ മതസ്ഥാപനങ്ങളൊക്കെ വളർന്ന് കോർപ്പറേറ്റുകളായി അവരൊക്കെ വന്ന് ജനാധിപത്യത്തിൽ വരെ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ടറിയാം. അപ്പൊ അതുകൊണ്ടാണല്ലേ ഈ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ ഇത്തിരി ആഡംബരം ലഭിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോ ഒരു ചായയോ ചോറോ വാങ്ങിച്ചു കൊടുക്കാത്തവരെ ചത്തുകഴിച്ച അവന്റെ അണ്ണാക്കിലേക്ക് അരികുത്തി ഇറക്കും. അത് മാത്രമല്ല, നെഞ്ചത്ത് വില കൂടിയ വലിയ വീട്ടുകളിൽ സ്വന്തം പേരുടെ വെണ്ട അക്ഷരത്തിൽ എഴുതിക്കൊണ്ട് അടിക്കുകയും അന്ത്യക്കുലാശകൾ തന്നെ മഹത്വക്കളാണ്. ചിലരെ ആകാശത്തേക്ക് വെടിവെച്ചും മഹത്വക്കളാക്കും. സർക്കാരിന്റെ സർക്കാരിന്റെ അതുകൊള്ളാം. അപ്പൊ നമ്മളെങ്ങനെ
കിട്ടിയ അത് ആഡംബരപൂർവ്വം ആഘോഷിക്കാൻ നാട്ടുകാരും സർക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ പോസ്റ്റർ വരെ കിട്ടി. എന്തായാലും നന്നായി. അതെ, മരണമെന്തായാലും മഹത്തായ ഒരു കർമ്മമാണ്. മരണമെന്തായാലും മഹത്തായ ഒരു കർമ്മമാണ്. ഒരു സ്വപ്നം പോലും കാണാൻ കഴിയാതെ ഗാഠമായി ഉറങ്ങുവാൻ കഴിയുക എന്നത് അതൊരു മഹത്തരം, ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ ആ സൗഭാഗ്യം നമുക്ക് മരണത്തിലൂടെ ശാശ്വതമായിട്ട് ഇങ്ങനെ ലഭിക്കുന്നുവെങ്കിൽ ആ മരണം അതെത്ര മഹത്തരമാണ്. ഇനി മരണാനന്തരം മഹത്തായ ഒരു ജീവിതം ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുൻപേ കാലം ചെയ്തു പോയവരെ നമുക്ക് നേരിൽ കാണുവാനും അവരിൽ നിന്ന് പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുവാനും പുതിയ പ്രസ്ഥാനങ്ങൾ അവിടെ ഉണ്ടാക്കുവാനും നേതാക്കന്മാരാകാനും ഒക്കെ നമുക്ക് കഴിയുമല്ലോ. ഒന്ന് ഫോക്കസ് ചെയ്യാം. നിങ്ങളിവിടെ ആത്മഹത്യ വന്നതിന്റെ കാരണം ഒരു സ്ത്രീ തന്നെയല്ലേ? ഉറപ്പ്? അതെ. അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യ എന്ന് പറയുന്ന നിങ്ങളുടെ പൂർവ്വകാമുകിയെ നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് പറയുന്നത് യഥാർത്ഥമാണുള്ളത്. കാമുകനെന്താടാ ജനാധിപത്യ ബോധം? കുടുംബത്ത് മാത്രം ജനാധിപത്യം. അതെ, ഇപ്പോ ഒരു കാര്യം, ഒരു സ്ത്രീയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ പറഞ്ഞതൊക്കെ ശരിയാണ്. ഒരു സ്ത്രീ ഹൃദയത്തെ മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും. നമ്മളെ വെറുതെ മറ്റുള്ളവരെയൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് സ്ത്രീകളെ ഒരു വിഷയമാക്കി ഒരു ഉപകരണമാക്കി മുന്നിൽ കൊണ്ട് നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രം. നമ്മളെല്ലാം നമ്മുടെ കണ്ണിലൂടെ ആ കാര്യങ്ങളെ കാണുന്നത്. അത്ര മാത്രം. മാത്രമായിട്ട് നീ സ്നേഹിക്കാതിരിക്കണം. നീ ഒരിക്കലും നിന്നെ മാത്രമായിട്ട് സ്നേഹിക്കാതിരിക്കുക. ഒരിക്കലും നിന്നെ മാത്രമായിട്ട് നീ സ്നേഹിക്കാതിരിക്കുക.
നമ്മളെല്ലാം ഈ നാടകത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു എല്ലാവരും പറയുന്നൊരു കാര്യം നാടകം വളരെയധികം അപജയം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു സത്യമാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ആശങ്കപ്പെടുന്ന പോലെയുള്ള അപജയം നാടകത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊരു നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോൾ തൃശ്ശൂർ ഇറ്റ്ഫോക്ക് സ്ഥിരമായൊരു അന്താരാഷ്ട്ര ഒരു നാടകം കാണാനുള്ളൊരു അവസരം തൃശ്ശൂർക്കാർക്ക് ലഭിച്ചതോടുകൂടി എനിക്ക് തോന്നുന്നു ഒരു പുതിയ തലമുറയ്ക്കകത്ത് നാടകത്തെ പറ്റിയിട്ടുള്ളൊരു പുതിയ കാഴ്ചപ്പാട് വളർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇടക്കാലത്ത് നാടകത്തിനുണ്ടായിരുന്ന ഒരു പിറകുട്ടടിക്ക് ചെറിയൊരു മാറ്റം വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ തൃശ്ശൂർ അന്തിക്കാട് സ്കൂളിന് നാടകോട് ഗോപാലകൃഷ്ണനൊക്കെ ഇരിക്കുന്നുണ്ട്. അമ്പടഞ്ഞാനെ അങ്ങനെയുള്ള പഴയ അന്ന് വലിയ നാടകോത്സവം നടക്കുന്ന സമയത്ത് ആ കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് നാടകങ്ങളുടെ വേദിയായിട്ടുള്ള സ്ഥലമാണ് അന്തിക്കാട് സ്കൂൾ. ഞാനൊക്കെ 82 അന്തിക്കാട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിന് എനിക്ക് 45-47 നാടകങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിന് അന്ന് കളിക്കായിരുന്നു. ഓരോ പരിപാടിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പഴയ കാലത്തെ എന്താ പറയുക, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പാട്ടുപാക്കി നടന്ന കാലത്ത് എന്തായിരുന്നു, ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ കരിവള്ളൂർ എൻ്റെ ഒരു നാടകം രക്തസാക്ഷിയിൽ നിൽക്കുന്ന കളിക്കണ്ടേ, കരിവള്ളൂർ രക്തസാക്ഷി. അന്ന് ഈ രണ്ട് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ കേരളത്തിലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് രണ്ട് സൈഡിൽ ഇരിക്കുന്നത്. ഇന്ന് നമുക്കൊരു നേതാവിനെ ഉദ്ഘാടനം ചെയ്യാൻ പോലും കിട്ടില്ല. പിന്നെന്താ ചെയ്യുക? അപ്പൊ ആദ്യം ഇവിടുന്ന് ഈ മണ്ണിൽ നാടകം വേണ്ടാന്ന് തീരുമാനിക്കാൻ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സംവിധായകരും മന്ത്രിയും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെയുള്ള സ്ഥലമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് കുട്ടികൾക്കൊരു നാടക ക്യാമ്പ് പോലും അന്തിക്കാട് നടക്കാത്തത് എന്ന് JP-യുടെ ഒറ്റ ചോദ്യത്തിൻ്റെ പുറത്താണ് എന്നാൽ പിന്നെ നമുക്കൊരു നാടകമെങ്കിലും വെക്കാം എന്ന് തോന്നിയത്. അങ്ങനെയാണ് നാടകം വെച്ചത്. ഈ നാടകം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു നാടകമാണ്. സാധാരണ നമ്മൾ പ്രൊസീനിയം സ്റ്റേജിലാണ് നാടകം കാണുക. സ്റ്റേജിൽ ഉള്ള നാടകങ്ങളാണ് സാധാരണ നമ്മൾ കണ്ടത്. ഇത് അരീന തിയേറ്റർ എന്നാണ് പറയുക. അപ്പം നമ്മളെ ചുറ്റും ഇരുത്തിയിട്ട് അപ്പം നാടകം വെക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ എന്നാൽ പിന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു കാഴ്ച വേണമല്ലോ വിചാരിച്ചിട്ടാണ് ഈ നാടകത്തിലേക്ക് വന്നത്. ഇത് അഭിനയിക്കുന്ന ഇപ്പോഴത്തെ വരദുപുരലി തിയേറ്ററിൽ ഇരിക്കുന്ന സ്ഥലത്താണ് ആണെന്ന് തോന്നുന്നല്ലേ ചേച്ചിയുടെ അല്ലേ? അങ്ങനെയാണ്. അവിടെയാണ് നമ്മൾ ഈ നാടകം കേരളം ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അത് കാണുന്ന സമയത്ത് നമുക്ക് വൻ നമ്പരപ്പുണ്ടായിരുന്നു. എത്ര കൊല്ലം മുന്നേ ആയിരിക്കും എനിക്കറിയില്ല. 15-18 കൊല്ലം എത്ര ഉണ്ടാവും? വളരെ കാലം മുന്നേ. അതിനുശേഷം ഞാൻ എൻ്റെ നാട്ടിൽ പോയി കളിപ്പിച്ചിട്ടുണ്ട്. അന്നും നമുക്ക് ഈ അമ്പരപ്പുണ്ടായിരുന്നു, ഈ രണ്ട് നടന്മാരുടെ പെർഫോമൻസിന്റെ അമ്പരപ്പ്. അതിനുശേഷം നമ്മൾ ഇന്നും ഒന്ന് കണ്ടു. ഇന്നും ഈ അമ്പരപ്പ് നിലനിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ചാല് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് സത്യേട്ടനും ശശിയേട്ടനും പറഞ്ഞ പോലെ തന്നെ സുല്ലേട്ടൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് രണ്ട് നടന്മാരുടെ ഏറ്റവും നല്ല പ്രണയമാണ് ഈ നാടകം. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാണ്ട് ഒന്നുമില്ല. അത് രണ്ട് നടന്മാര് ഭയങ്കര അത്രയും കാലത്തെ ആത്മബന്ധമാണത്. അല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ല. കാരണം അവർക്ക് അവരുടെ റിതറിയാം. രണ്ടുപേരുടെ റിതം അവർ തൊട്ടാലും നോക്കിയാലും ഒക്കെ അറിയുന്ന രണ്ട് നടന്മാരാണ്. അവര് എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ട് നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കേണ്ട ഒരു തായമ്പക പോലെ ഒരു സിംഫണിയാണിത്. അല്ലാണ്ട് ഒന്നല്ലത്. അതിനാണ് അതാണത്. പൊളിറ്റിക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. വേറൊന്നും നമുക്ക് പറയാനില്ല. അത് സന്തോഷം. രാജേഷ് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഈ സ്ത്രീപക്ഷ നിലപാടുകളിൽ നിന്നത് പുറത്തു വന്ന് സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നപ്പോഴാണ് നാടകങ്ങൾ വലുതായത്. നമുക്കറിയാം, നമ്മൾ സ്ത്രീപക്ഷ നിലപാടുകൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ജനറലൈസ് ചെയ്യും. അതൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ അവൻ്റെ നിറം കറുപ്പാണ്. നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നവരെ മൊത്തം നമ്മൾ പറയും അവനൊരു മലയാളിയാണ്.
അപ്പൊ നമ്മൾ ചേർത്ത് പിടിക്കാൻ പറ്റുന്നവരൊക്കെ ചേർത്ത് പിടിക്കുകയും അല്ലാത്തവരൊക്കെ മാറ്റി സൈഡ് ലൈൻ ചെയ്യുകയും ചെയ്യും. ഇത് മലയാളികളുടെ ഒരു മനസ്സിന്റെ സ്വഭാവമാണ്. അത് ഈ പ്രമേയം നാടകം വലുതായി, അസ്വാർത്ഥത എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നപ്പോൾ നാടകം വലുതായി. ആളുകളൊക്കെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നൂടെ പറയാനുണ്ട്. വളരെ സന്തോഷമുണ്ട് കാഴ്ച നാടകരാവിന്റെ ഭാഗമായിട്ട് ഇത്രയും വലിയ സദസ്സിൽ, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 1 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഈ നാടകം അവതരിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഷൈജു കുറേ കസേരയൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ സ്വാഭാവികമായി എല്ലായിടത്തും ഉണ്ടെന്ന്, പക്ഷെ നിറഞ്ഞ കസേര, എല്ലാ കസേരയും ഫുള്ളായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഈ വേനൽക്കാലത്തും ഈ ചൂടിലുമൊക്കെ ഒരുപാട് ആളുകൾ നാടകം കാണാൻ ഇപ്പോഴും നാട്ടിലേക്ക് ഒത്തുകൂടുന്നതിന് വളരെ വലിയ സന്തോഷമുണ്ട്. പോയി പരിചയം